ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ പോർഷൻ നമുക്ക് വരുന്നത് സ്ട്രക്ചറിന്റെ സ്കാൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആർക്ക് സ്കാൻ നോക്കി, അതിന് സിമിലർ തന്നെയാണ് സ്ട്രക്ചറിന്റെ സ്കാൻ വരുന്നത്. എന്റെ വോയിസ് ഓഡിബിൾ ആണോ നിങ്ങൾക്ക്? അതുപോലെ സ്ക്രീൻ കാണുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ പറയാം. സ്ക്രീൻ കാണാവോ? ഹലോ, കാണാം. ഓക്കെ. സോ നമ്മള് ഇപ്പം ആദ്യം ഫയല് സേവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മാസ്റ്റേഴ്സിൽ പാരാമീറ്റേഴ്സ് ഫിക്സ് ചെയ്തു. എൻട്രീസിന്റെ അകത്ത് സ്കാൻ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ അകത്ത് 2 സ്കാൻ കഴിഞ്ഞു. മൂന്നാമത്തെ സ്കാൻ, അതായത് സ്ട്രക്ചറിന്റെ സ്കാൻ ആണ് ഇനി ചെയ്യാനുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആദ്യം ഓട്ടോകാഡ് ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ എസ്റ്റിമാക്സ് ഓപ്പൺ ചെയ്യാൻ. എന്നാലേ കഴിഞ്ഞ പ്രാവശ്യം സ്കാൻ ചെയ്തത് നിങ്ങൾക്ക് ഇവിടെ സ്കാൻ ടാബിൽ കാണാൻ പറ്റുമോ. അല്ലെങ്കിൽ സ്കാൻ ടാബ് ഫുൾ എംപ്റ്റി ആയിട്ടിരിക്കും. അതങ്ങനെ പ്രോപ്പർ ആയിട്ട് സേവ് ചെയ്യാതിരുന്നാല്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് സ്കാൻ ചെയ്തിരുന്നത്, സ്ലാബ് സ്കാൻ ചെയ്തത് ഫൗണ്ടേഷൻ്റെ അവിടെയാണ്. അപ്പൊ ആ ഡാറ്റ റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, സേവ് ചെയ്യാണ്ട് ക്ലോസ് ചെയ്തു. സെയിം തന്നെ നിങ്ങൾ അറിയാണ്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ സേവ് ചെയ്ത് ക്ലോസ് ചെയ്തതിനു ശേഷം മാത്രം, അതായത് എസ്റ്റിമാക്സ് സേവ് ചെയ്ത് ക്ലോസ് ചെയ്തതിനു ശേഷം മാത്രം ഓട്ടോകാഡ് എടുക്കുക. എന്നിട്ട് അത് സേവ് ചെയ്ത് ക്ലോസ് ചെയ്യുക. ഓക്കെ, ക്ലോസ് ചെയ്യുന്ന ടൈമിൽ. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ ഫുൾ വാഷ് ഔട്ട് ആവും ഡാറ്റ. അത് നിങ്ങൾ ചെയ്തത് പോലും അതിൽ കാണിക്കത്തില്ല. അതുപോലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോകാഡ് ആദ്യം ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് എസ്റ്റിമാക്സ് പിന്നെ ഓപ്പൺ ചെയ്യണം. ഈ ഓർഡർ നിങ്ങൾ തെറ്റിക്കരുത്. തെറ്റിച്ചാലും നിങ്ങൾക്ക് അത് പ്രശ്നമായിരിക്കും. ഡാറ്റ റീറൈറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. എപ്പോഴും സംഭവിക്കുന്നല്ല, ചാൻസ് ഉണ്ട് അങ്ങനെ ഡാറ്റ വാഷ് ഔട്ട് ആവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ ഈ ഒരു പാറ്റേൺ കീപ്പ് ചെയ്യാൻ പറയുന്നത്. ഇനി സ്കാൻ സ്ട്രക്ചർ പോർഷൻ ആണ്. നമ്മള് വാളിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു പ്രോപ്പർട്ടീസ് വിൻഡോ ഉണ്ട്. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. ബീം ഏതൊക്കെ ലെയർ നെയിംസ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ സെയിം ലെയർ നെയിംസ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് തരുന്ന ടെംപ്ലേറ്റിൽ സി ബീം, ഇന്നർ ബീം, ഔട്ടർ ബീം ഒക്കെ ഉള്ളതാണ്. പോരാണ്ട് പ്ലിന്ത് ബീം സ്കാൻ ചെയ്യാനുള്ളതുണ്ടാവും. ഇത് ഇനി ഒരുമിച്ചിട്ടത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഒരു ഡ്രോയിങ്ങിന്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു ലേഔട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്ലിന്ത് ബീം ഈ ലേഔട്ടിലേ വരുന്നില്ല. അതേസമയം ഈ ലേഔട്ടിൽ നോക്കുകയാണെങ്കിൽ പ്ലിന്ത് ബീം മാത്രമേ ഉള്ളൂ, ബാക്കി ബീംസ് ഒന്നും വരുന്നുമില്ല. സോ ഇതിന്റെ എല്ലാത്തിന്റെയും പേര് ഒരുമിച്ച് എഴുതിയത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ആ ലേഔട്ടിൽ ആ പേര് നമുക്ക് സ്കാൻ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ബീം ഇതിനകത്തും ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് സ്കാൻ ചെയ്യണ്ടെന്നാണെങ്കിൽ നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് പേര് കളയണം. ഫുള്ള് കളഞ്ഞില്ലെങ്കിൽ ഒരു അക്ഷരം മാറ്റിയാൽ തന്നെ അത് സ്കാൻ ആവാണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു ഫുൾ ഒരു ബീം നെയിം ഉണ്ടെങ്കിൽ എപ്പോഴും ഫുൾ ഡിലീറ്റ് ചെയ്യണം എന്നില്ല. ലിസ്റ്റിൽ നിന്ന് തന്നെ ഒരു ലെറ്റർ റിമൂവ് ചെയ്താൽ തന്നെ അത് സ്കാൻ ആവാണ്ടിരുന്നോളും. ഇനി എല്ലാം എഴുതിയെന്ന് വെച്ച് എല്ലാം ഒന്നും സ്കാൻ ആവണം എന്നില്ല. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പോർഷനിൽ ആ ബീമിന്റെ പേരുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ആ ലെയർ നെയിം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് സ്കാൻ ആയിട്ട് വരാം. നെക്സ്റ്റ് വരുന്നത് കോളത്തിന്റെ ലെയർ നെയിം. ഇത് മറക്കാണ്ട് ഫില്ല് ചെയ്യണം, ഇല്ലെങ്കിൽ കോളം ക്വാണ്ടിറ്റി സ്കാൻ ആവില്ല. അപ്പൊ എന്ത് പറ്റും, ബീമും കോളം ഇന്റർസെക്ഷൻ വരുന്ന അവിടുത്തെ ക്വാണ്ടിറ്റി റിമൂവ് ആവില്ല. ഈ കോളത്തിന്റെ സ്പെല്ലിങ്, ലെയർ നെയിം സ്പെല്ലിങ് ഓട്ടോകാഡിൽ കൊടുത്തേക്കുന്ന സെയിം സ്പെല്ലിംഗ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. അടുത്ത വരുന്നത് ബീമിന്റെ സൈസ് ആണ്. ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു വിഡ്ത്ത് നിങ്ങൾ ഇട്ട് കൊടുക്കണം. അതല്ലാണ്ട് നമ്മൾ ഡെപ്ത് മാറ്റി കൊടുക്കുക. ഇത് കഴിയുമ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഇവിടെ ചേഞ്ച് ആയില്ലെങ്കിൽ നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഡീഫോൾട്ട് വാല്യൂസ് ആ സ്കാൻ ആവാം. ഡെപ്ത് മാത്രം നമ്മൾ മാനുവൽ ആയിട്ട് മാറ്റി കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പോൾ 45ഉം 50യും 30യുടെ ബീംസും അതേ ഡ്രോയിങ്ങിൽ ഉണ്ടെങ്കിൽ സ്കാൻ കഴിയുമ്പോൾ മാറ്റി കൊടുക്കുവോ, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ പേര് വെച്ച് മാത്രം സ്കാൻ ചെയ്ത് കൊടുക്കുക. അതായത് ആദ്യം 40യുടെ ഡെപ്ത് വരുന്ന ബീംസ് എല്ലാം സ്കാൻ ചെയ്യുക, അതിനുശേഷം 50യുടെ, അങ്ങനെ ലെയർ വൈസ് സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. അതല്ലാണ്ട് നമുക്ക് അത് കഴിഞ്ഞ് സ്കാൻ ടാബിൽ ഇന്നലെ നമ്മൾ ജോയിനറി ഔട്ട്സൈഡ് ഇൻസൈഡ് സെലക്ട് ചെയ്തില്ലേ, അതുപോലെ ബ്രിക്കിന്റെ ഹൈറ്റ്, ബ്രിക്ക് വാൾ ഹൈറ്റ് മാറ്റി, അതേപോലെ നമുക്ക് ബീമിന്റെ ഡെപ്തും മാറ്റി എഴുതാം. ഓക്കെ, സോ ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യാം. ഒന്നില്ലെങ്കിൽ സെപ്പറേറ്റ് ലെയർ ചെയ്യുക, അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഓരോന്നോരോന്ന് മാത്രം സ്കാൻ ചെയ്യുക. അപ്പൊ ഡെപ്ത് നമ്മളിവിടെ ഓരോ തവണ മാറ്റി കൊടുത്ത് സേവ് ചെയ്തിട്ട് സ്കാൻ ചെയ്യുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ സി ബീം, ഇന്നർ ബീം, ഔട്ടർ ബീം എന്നുള്ള പേരുകൾ കൊടുക്കാണ്ടിരുന്ന പ്ലാസ്റ്ററിങ് കറക്റ്റായിട്ട് കയറത്തില്ല ഈ ഒരു ടെംപ്ലേറ്റിൽ.
ടെംപ്ലേറ്റ് വേറെ ആണെങ്കിൽ അത് അവിടെ ഇക്വേഷൻ നോക്കിയിട്ടാണ് സ്കാൻ ചെയ്യേണ്ടത്. ഇവിടെ പ്ലാസ്റ്ററിങ് ബീമിന്റെ പോർഷനിലെ പ്ലാസ്റ്ററിങ് കറക്റ്റ് ആയിട്ട് കയറണമെങ്കിൽ ഈ പേര് തന്നെ കൊടുക്കണം. സോ ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഡെപ്ത് വേരി ചെയ്യുന്ന സ്ഥലത്ത് മാത്രം അതിന്റെ ഡെപ്ത് വാല്യൂ സ്കാൻ കഴിയുമ്പോൾ മാറ്റി കൊടുക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്കും ഇഷ്ടമുള്ള ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പൊ വിഡ്ത്ത് നമുക്ക് ഈവൻ 23 എഴുതിയാൽ പോലും ഇതിലും കുറവ് വിഡ്ത്തോ അല്ലെങ്കിൽ കൂടുതൽ വിഡ്ത്തോ ഉണ്ടെങ്കിൽ ഫ്രം ഡ്രോയിങ് ഐഡന്റിഫൈ ചെയ്ത് അത് ഓട്ടോമാറ്റിക് ആ വാല്യൂ എടുത്തോളും. പിന്നെ വരുന്നത് മാക്സിമം വിഡ്ത്ത്. ഇപ്പൊ വാളിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് വാള് ഇത് രണ്ടും പാരലലാ. സോ ഇതിന് നടുക്കൂടി സെന്റർ ലൈൻ ക്രിയേറ്റ് ആവും. സെയിം തന്നെ ഈ വാൾ ലൈനും ഈ വാൾ ലൈനും പാരലലാ. ഇതിന് നടുക്കൂടി ഒരു ലൈൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യുന്നത്. സോ ആ ബീംസിൽ വരുന്ന മാക്സിമം വിഡ്ത്ത് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് 23 മേളിൽ വരുന്ന ബീം വിഡ്ത്ത് സ്കാൻ ചെയ്യണ്ടെന്നാണെങ്കിൽ ഇവിടെ 23 തന്നെ കൊടുത്താൽ അതിന് മേലുള്ള ബീം വിഡ്ത്തുകൾ സ്കാൻ ചെയ്യാതിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് സെപ്പറേറ്റ് വിഡ്ത്ത് വെച്ച് സ്കാൻ ചെയ്തെടുക്കാം. ഓക്കെ. ഈ ഡ്രാഫ്റ്റിംഗ് മിസ്റ്റേക്സ് വരുമ്പോൾ ഓഫ്സെറ്റ് കറക്റ്റ് അല്ലാത്തപ്പോഴൊക്കെയാണ് ഈ 23യിൽ നിന്ന് ഒരു പോയിന്റ് ഡിഫറൻസ് 23.1 അത് നിങ്ങൾക്ക് റൗണ്ട് ചെയ്ത് 23 തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാക്സിമം വിഡ്ത്ത് 25 വയ്ക്കാം. അല്ലെങ്കിൽ എന്താ പറ്റുക, ഈ 23.1 സ്കാൻ ചെയ്യാണ്ട് സോഫ്റ്റ്വെയർ അടുത്ത ലൈൻസ് സ്കാൻ ചെയ്ത് പോകും. റൗണ്ടിങ് ഓഫ് വാല്യൂ നമുക്ക് ഇവിടെ ഡിസൈഡ് ചെയ്യാം എത്ര പോയിന്റ്സിലേക്ക് റൗണ്ട് ചെയ്യണം എന്നുള്ളത്. ഇനി വരുന്ന സ്റ്റോറി ഹൈറ്റ്. അത് നമ്മൾ ഓട്ടോമാറ്റിക് എടുക്കുന്ന സ്റ്റോറി ഹൈറ്റ് തന്നെയാണ് ഇവിടെ കയറി വരുന്നത്. അത് വെച്ചിട്ടായിരിക്കും കോളത്തിന്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ആവുക. ഇത്രയും ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ക്ലോസ് ചെയ്തിട്ട് ഓരോ തവണ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഫുള്ള് റീഡ്യൂ ചെയ്യേണ്ട ആവശ്യം വരാറില്ല. നമുക്ക് വിഡ്ത്ത് ആൻഡ് ഡെപ്ത് മാത്രം ചിലപ്പോൾ മാറ്റിയാൽ മതിയാവും. ഇത് ചെയ്ത് കഴിയുക, നേരെ സ്കാനിലേക്ക് വരിക. ഡ്രോയിങ് ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും. കാര്യം ഈ സ്കാനുകൾ എല്ലാത്തിനും വേണ്ടിയിട്ട് ഓട്ടോക്യാഡ് ഇതിന് ലിങ്ക്ഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നതുകൊണ്ടാണ്. ലിങ്ക് കട്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ ഓട്ടോമാറ്റിക് ഓപ്പൺ ആവത്തില്ല. ഓക്കെ. ഇപ്പൊ സ്കാൻ സെൻട്രൽ ലൈൻസ് വരച്ച് വരുന്നത് കാണാം നമുക്ക്. വൺസ് അതെല്ലാം കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു മെസ്സേജ് വരും കംപ്ലീറ്റ് ആയിന്ന്. ഇനി ആർക്ക് പാർട്ട് നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ കോളത്തിന്റെ അകത്തോട്ട് പോയില്ല, കാരണം ഞാൻ അവിടെയൊക്കെ ട്രിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം സ്ട്രക്ചറിന്റെ പാർട്ട് സ്കാൻ ചെയ്തപ്പോൾ ഉള്ളിൽ കൂടി പോയിട്ടുണ്ട്, കാരണം അത് ട്രിം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ഉള്ളിൽ കൂടിയൊക്കെ കയറി പോയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നിരുന്ന് സൂം ചെയ്ത് ട്രിം ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 4 കറക്ഷൻസ്. ആദ്യം ഓവർലാപ്പിംഗ് പോർഷൻസ് കണ്ടുപിടിക്കണം സെൻട്രൽ ലൈനിന്റെ. നെക്സ്റ്റ് വരുന്നത് അതില് ബീം ലൈൻസ് ട്രിം ചെയ്ത് കളയണം കോളത്തിന്റെ അകത്ത് നിന്ന്. ഇനി വരുന്നത് കുറച്ച് പോർഷനിൽ റീജോയിൻ ചെയ്യാനുണ്ടാവും ട്രിം ചെയ്ത് കഴിയുമ്പോൾ. ഇനി വരുന്നത് ജംഗ്ഷൻസിലെ കറക്ഷൻസ് ആണ്. ഈ 4 കറക്ഷനും ഇതേ ഓർഡറിൽ തന്നെ കൊടുക്കണം. ഒന്നൊന്നിനെ ഐഡന്റിഫൈ ചെയ്യണം. ആദ്യം അത് പോർഷൻ ഐഡന്റിഫൈ ചെയ്താലേ ട്രിം ചെയ്യാൻ പറ്റുള്ളൂ. ട്രിം ചെയ്ത് കഴിയുമ്പോൾ ചില പോർഷനിൽ ജോയിൻ ചെയ്യാനുണ്ടാവും. അത് കഴിയുമ്പോൾ ചിലപ്പോൾ ജംഗ്ഷൻസിന്റെ കറക്ഷൻസ് കൊടുക്കാനുണ്ടാവും. അപ്പൊ അത് ആ ഓർഡർ തന്നെ എക്സിക്യൂട്ട് ചെയ്യാം. ഇതുണ്ടോ, കറക്ഷൻസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എല്ലായിടത്തും ക്ലിയർ ആയിട്ടുണ്ടത്. ഇനി ചില ജംഗ്ഷൻസിൽ നമുക്ക് മാനുവലി ഡിസൈഡ് ചെയ്യണം എന്താണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ കണ്ടോ, ഈ 3 സെൻട്രൽ ലൈൻസ് ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റും, ഡബിൾ ക്വാണ്ടിറ്റി കയറി വരും. ആകെ നമുക്ക് 2 ലൈൻ അവിടെ മീറ്റ് ചെയ്താൽ മതി. ഈ ലൈൻ നമുക്ക് ഇവിടെ ടെർമിനേറ്റ് ആവണം, എന്നാലേ കറക്റ്റ്. ഇത് കണ്ടോ, ഇത് ഇവിടെ അവസാനിച്ചു, അതുപോലെ ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, അത് കറക്റ്റാ. അതേസമയം ഇതും കൂടി വരുമ്പോൾ എന്താ, ഇവിടെ ഒരു എക്സ്ട്രാ ഹാഫ് വാൾ തിക്നെസ് അല്ലെങ്കിൽ ഹാഫ് ബീം തിക്നെസ്സും കൂടി ആഡ് ആയി വരും. അത് റിമൂവ് ചെയ്യുക. അത് ചില പോർഷൻസിൽ നമ്മൾ ഡ്രാഫ്റ്റിംഗ് കാണുമ്പോഴത്തേക്കും സോഫ്റ്റ്വെയർ ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്നതാണ്. നമുക്കത് മാനുവലി കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. റിമൂവ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനിയപ്പോൾ അത് ഇഗ്നോർ ചെയ്യുകയും ചെയ്യാം. അതായത് നിങ്ങളുടെ എസ്റ്റിമേഷന്റെ ആക്യുറസി അനുസരിച്ച് ഇഗ്നോർ ചെയ്യാം. ഇപ്പോൾ റഫ് എസ്റ്റിമേഷൻ ആണെങ്കിൽ അതൊന്നും ട്രിം ചെയ്ത് കളയാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ആ ക്വാണ്ടിറ്റി എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. അത് വേസ്റ്റേജിലേക്ക് അക്കൗണ്ട് ചെയ്തോളൂ. അതായത് നമ്മൾ എപ്പോഴും ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ഒരു പെർസെന്റ് വേസ്റ്റേജ് കൺസിഡർ ചെയ്യില്ലേ, ആ വേസ്റ്റേജ് എമൗണ്ടിലേക്ക് കൺസിഡറേഷൻ ആയിട്ട് എടുക്കാം. കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് എടുക്കണം എന്നുള്ള കേസിൽ വരുമ്പോഴാണ് അത് ട്രിം ചെയ്യണം എന്ന് നിർബന്ധം വരുന്നത്. ഓക്കെ. ഇനി എപ്പോഴും നിങ്ങളുടെ ഡ്രാഫ്റ്റിംഗ് അത്ര പക്കയാവണം എന്നില്ല. ചിലപ്പോൾ ക്ലയൻസിന്റെ ഫയലിൽ കുറെ കറക്ഷൻസ് ഉണ്ടാവും. അപ്പൊ സ്കാൻ കഴിയുമ്പോൾ ഒന്നും മാനുവലി ചെക്ക് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. ഇതേ ചെക്ക് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, മാർക്ക് സെൻട്രൽ ലൈൻ കൊടുത്തിട്ട് സെൻട്രൽ ലൈൻ നമ്പേഴ്സ് മാർക്ക് ചെയ്തതിനു ശേഷം നമ്പർ വെച്ച് നോക്കുക. അപ്പൊ എല്ലാ കോളത്തിനും നമ്പർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക.
സോ എല്ലാ കോളം സ്കാൻ ആയി നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ. അതുപോലെ എല്ലാത്തിലും സെൻട്രൽ ലൈൻ നമ്പറിങ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ ലൈൻ മാത്രം ഉണ്ടാവും, സെൻട്രൽ ലൈൻ നമ്പർ വന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ 2 ലൈൻ വരച്ചു പോയിട്ടുണ്ടാവും. കാരണം വെച്ചാൽ അടിയിൽ 2-3 ലൈൻസ് ഓവർലാപ്പ് ചെയ്ത് കിടപ്പുണ്ടാവും. അങ്ങനത്തെ കേസിലൊക്കെ സ്കാനിന് മുന്നേ ഒന്ന് ഓവർകിൽ കമാൻഡ് റൺ ചെയ്യണം. ഓവർകിൽ എന്ന് പറയുമ്പോൾ സെലക്ട് ചെയ്തിട്ട് ഓട്ടോക്യാഡിൽ ഓവർകിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അടിയിൽ ഓവർലാപ്പ് ചെയ്ത് മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് ഒരു ലൈൻ മാത്രമേ കീപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചേക്കണം. ഈ പുറത്തുനിന്ന് ഫയൽ എടുത്ത് സ്കാൻ ചെയ്യുമ്പോൾ അങ്ങനത്തെ എറേഴ്സ് വരാൻ ചാൻസ് കൂടുതലുണ്ട്. നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും ഒന്നിൽ കൂടുതൽ ലൈൻസ് മേളിൽ വരാതിരിക്കാൻ വേണ്ടി. അങ്ങനെ വന്നാൽ എന്താ പറ്റുക, ഡബിൾ ക്വാണ്ടിറ്റി കയറി പോകും. അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് ഓവർകിൽ കമാൻഡ് കൊടുത്തതിന് ശേഷം മാത്രം സ്കാൻ ടാബിൽ പോയിട്ട് സ്കാൻ ചെയ്യാൻ നിൽക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം 14 കോളം ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നമ്പേഴ്സ് നോക്കി കാണാം, 12, 11, 13. ഈ 2 അക്കം വരുന്നതിൽ 14 ഉണ്ട്. സോ 14 കോളം എന്തായാലും ഉണ്ട്. 2 കോളത്തിൽ നമുക്ക് സൈസ് വ്യത്യാസം ഉണ്ടായിരുന്നു, അത് ഇവിടെ കാണാം. ബാക്കി എല്ലാം 30 കോളംസ് ആണ്. ഇനി മേളിൽ നോക്കുവാണെങ്കിൽ ബീംസിന്റെ എല്ലാം ഇതിനിവിടെ ഔട്ട്സൈഡ് ഇൻസൈഡ് കൺസിഡറേഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ലൈൻസ് വരയ്ക്കുമ്പോൾ അതിനെ ലെയർ ചെയ്ത് ഔട്ട്സൈഡ് ഇൻസൈഡ് ആക്കിയേക്കുന്നത്. വാളിന്റെ കേസിൽ അങ്ങനെ ഉണ്ടായിരുന്നു, അപ്പൊ അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് എടുക്കാം. പക്ഷെ ബീമിന്റെ കേസിൽ അങ്ങനെ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ലെയർ അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ്ങിന്റെ കറക്റ്റ് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ആണ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതല്ല, നിങ്ങൾക്ക് ഔട്ട്സൈഡും ഇൻസൈഡും ഒരേ ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്, ഒരേ തിക്നെസ് ആ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു സെപ്പറേഷൻ വേണ്ട എന്നുള്ള കേസിലാണെങ്കിൽ CBയുടെ അവിടെയുള്ള ക്വാണ്ടിറ്റി മാത്രം അഡീഷണൽ കൊടുത്താൽ മതി. ബാക്കിയെല്ലാം നമുക്ക് സെയിം ആയിരിക്കും. ആ കണ്ടീഷനിൽ നമുക്ക് വേണമെങ്കിൽ ഈ CB ഇന്നർ ബീം എന്നുള്ള പേരുകൾ ഉപയോഗിക്കാണ്ട് അതിൻ്റെ അകത്ത് ഡ്രാഫ്റ്റിംഗ് ടൈമിൽ അവർ കൊടുത്തേക്കുന്ന സെയിം ലെയർ തന്നെ യൂസ് ചെയ്യാം. ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ അത്രയും ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, ഇത്രയും ചിന്തിച്ചാൽ മതി. CB ഇന്നർ ബീം ഔട്ടർ ബീം ഒക്കെ ആയിട്ട് തന്നെ വരയ്ക്കുക. ഡെപ്ത് മാറുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എങ്കിൽ Alt+ ഈ നമ്പർ ഞെക്കി കഴിഞ്ഞാൽ ഓരോ സെൻട്രൽ ലൈൻസ് കാണിക്കും. അപ്പൊ ഇതിൽ ഡെപ്ത് കൂടുതൽ സാധാരണ ലേഔട്ടിൽ ബീമിന്റെ സൈസും എഴുതിയിട്ടുണ്ടാവും. ഇതിനകത്ത് ഇട്ടിട്ടില്ല ഞാൻ, അപ്പൊ അത് വിട്ടുപോയിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ നിങ്ങൾക്ക് ലേഔട്ടിൽ അങ്ങനെ ബീം സൈസിൽ ഇട്ട് വെക്കാം. അപ്പൊ ഇട്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊക്കെ ഡെപ്ത് കൂടിയ ബീം, ഇത് ഡെപ്ത് കുറഞ്ഞ ബീം. ഇപ്പൊ ഇത് ഒരു 45 എന്നുള്ളതിന് പകരം നമുക്കൊരു 500 ഡെപ്ത് കൊടുക്കാം. കാരണം ഇത് ലെങ്ത് ഉള്ള ഒരു ബീമാ, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ ഇതും ഇത്തിരി ലെങ്ത് ഉണ്ട്. അതുപോലെ ഇതിലേക്ക് 2 പ്രൈമറി സെക്കൻഡറി ബീംസ് കയറുന്നുണ്ട്. സോ ഇതിനും നമുക്ക് ഡെപ്ത് ഇത്തിരി കൂടുതൽ വേണം. അങ്ങനെയാണെങ്കിൽ 16 15 പ്ലാസ്റ്ററിങ് റിക്വയർമെന്റ് ഡിഫറെന്റ് ആണ്. പക്ഷെ ഈ 2 ബീമും ഒരേ ഡെപ്ത്, അതായത് ഒരു 550 കൊടുക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ 16 and 15 ഇവിടെ ഈ ലിസ്റ്റിൽ നിന്ന് 16 15 കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന്റെ ഡെപ്ത് കൂടുതലാക്കി ഇട്ട് കൊടുക്കുക. ഇതിപ്പോ വിട്ട് നമുക്ക് അത് മതി. ഡെപ്ത് ഇപ്പൊ 22 പോയിന്റ് എന്ന് പറഞ്ഞ് വന്നേക്കുന്നില്ലേ, ഞാൻ 23 കൊടുത്തത്, പക്ഷെ 22 ആയിട്ട് സ്കാൻ ചെയ്തു. കാരണം ഞാൻ ഡ്രാഫ്റ്റ് ചെയ്തപ്പോ ആ ബീമിന്റെ വിട്ട് 22 പോയിന്റ് സംതിങ് എന്ന് പറഞ്ഞാൽ വരച്ചേക്കുന്നത്. അത് ഇഞ്ചസിന് ഫീറ്റിനെ കൺവേർട്ട് ചെയ്തേക്കുന്ന ഒരു വാല്യൂ ആണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് നിയറസ്റ്റ് ലാർജസ്റ്റ് റൗണ്ട് നമ്പറിലേക്ക്, വോൾ നമ്പറിലേക്ക് റൗണ്ട് ചെയ്തെടുത്തേക്കുവാണ് ഇവിടെ. അതേസമയം ഞാൻ ഇനി വരച്ചു കൊടുക്കുവാണെങ്കിൽ സെൻട്രൽ ലൈൻ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് 23 തിക്നെസ്സിലായിരിക്കും വരാം. ഇവിടെ 16 എനിക്ക് ഡെപ്ത് കൂട്ടണം, 55 കൊടുക്കുവാണ്. അതുപോലെ തന്നെ 15 55 കൊടുക്കുവാണ്. ഈ 2 ബീംസിനാണ് അവിടെ ലെങ്ത് കൂടുതലപ്പോൾ ഞാൻ ഡെപ്ത് കൂട്ടി വെച്ചേക്കുവാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സെയിം തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ 11 ബീം നമ്പർ 11 മാറ്റി കൊടുക്കാം. ഇത്തിരി വലിയ ബീമല്ല, അപ്പോൾ കൂടുതൽ ഡെപ്ത് വേണ്ടി വരും അതിന്. ഇതെല്ലാം നമ്മളിങ്ങനെ പ്രഡിക്റ്റ് ചെയ്യല്ല ചെയ്യാറ്. സാധാരണ ഈ ടാപ്സ് മോഡൽ തന്നെ നോക്കിയിട്ട് തന്നെയാണ് ഇത് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കൊടുത്ത് സേവ് കൊടുത്താൽ എനിക്ക് എല്ലാം ഒരേ സൈസ് അല്ല, കുറച്ച് ബീംസ് മാത്രം വ്യത്യാസം സൈസ്. അപ്പൊ ഫുള്ള് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ബീം ഡെപ്ത് ഏതാണോ അതിട്ട് വെച്ച് സ്കാൻ ചെയ്തതിന് ശേഷം മാറ്റാനുള്ള ബീംസിനെ ഐഡന്റിഫൈ ചെയ്ത് അതിന് നമ്പർ വെച്ചിട്ട് നിങ്ങൾ മാറ്റിയാൽ ഇതുണ്ട് ഇവിടെ ആ 2 ബീമിനെ വേറെ കാറ്റഗറിയിൽ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇത്ര നേരം നമുക്ക് 4 കാറ്റഗറി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് കൂടാണ്ട് 6 കാറ്റഗറി ആയി മാറി. അതായത് ഡെപ്ത് മാറിയപ്പോൾ അതിനെ വേറെ ഒരു കാറ്റഗറി ബീംസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്ത് അതിന്റെ ലെങ്ത്തും ക്വാണ്ടിറ്റിയും കാൽക്കുലേറ്റ് ആയിക്കോളും. ഓക്കെ, സേവ് ചെയ്യാം. നേരത്തെ നമ്മൾ കോളത്തിന്റെ നമ്പർ അവിടെ നിന്ന് എണ്ണിയില്ലേ, അതിന്റെ ആവശ്യമില്ല. ഇവിടെ സിനോപ്സിസ് കാണും.
അതേസമയം സ്കാൻ ടാബിൽ ഇങ്ങനെ ഒരു വിൻഡോ കയറി വരില്ല. സ്കാൻ ടാബിൽ ആകെ 3 വിൻഡോ ഉള്ളൂ. ഒരെണ്ണം വാളിന്, നടുക്ക് ജോയിനറി, താഴെ കോളം. കോളത്തിന്റെ ഇങ്ങനെ ഒരു സിനോപ്സ് ആയിട്ട് വരില്ല, താഴെ വെന്റിലേറ്ററിന്റെ ആണ് വരാം. ഇവിടെ ഡോറ് പിന്നെ വെന്റിലേറ്റർ അങ്ങനെയാ വരാം. നമുക്ക് എടുത്തു നോക്കാം കേട്ടോ. വാള്, ഡോറ്, വിൻഡോ, വെന്റിലേറ്റർ. ഇവിടെ കോളത്തിനൊരു ടേബിൾ ഇല്ല. അതേസമയം സ്കാൻ സ്ട്രക്ചറിന്റെ അകത്ത് ബീം, കോളം തന്നെ റെക്ടാങ്കുലറും സർക്കുലർ കോളം ഉണ്ടാവും. അപ്പൊ സർക്കുലർ കോളത്തിനാണ് ഈ ഡയമീറ്റർ, ഹൈറ്റ്, നമ്പർ വരുന്നത്. റെക്ടാങ്കുലർ കോളത്തിന് നമുക്ക് വിഡ്ത്ത്, ഡെപ്ത്, ഹൈറ്റ് എന്ന രീതിയിലായിരിക്കും കയറി വരിക. ഇവിടുത്തെ നമുക്ക് ആ കാറ്റഗറീസ് കാണാം. 12 എണ്ണം 30 കോളം, ബാക്കി 2 എണ്ണം റെക്ടാങ്കുലർ കോളംസ് എന്ന് ടോട്ടൽ അപ്പോൾ 14 കോളം. അങ്ങനെ നമുക്ക് നമ്പർ എളുപ്പം കാണാൻ പറ്റും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാം. നമ്മളായിട്ട് മാറ്റം വരുത്തിയേക്കുന്ന സ്ഥിതിക്ക് റിഫ്രഷ് ചെയ്തിട്ട് ഒന്ന് സേവ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് എസ്റ്റിമാക്സിൽ ആ ഡാറ്റ അപ്ഡേറ്റ് ആവുള്ളൂ. ഓക്കെ, ഇപ്പൊ പ്ലീസ് വെയിറ്റ് എന്ന് കമാൻഡ് വന്നേക്കുവാണ്. അതിന് ശേഷം സേവ് കൊടുക്കുക. ഓക്കെ, സേവ് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇനി ഫുൾ ഒന്ന് ഇവിടെ കുറെ ക്വാണ്ടിറ്റീസ് ഒന്നും അപ്പിയർ ചെയ്തിട്ടില്ല. അപ്പൊ അതിന് റിഫ്രഷ് ചെയ്ത് കൊടുക്കാം. F5 കീ ഞെക്കിയാൽ മതി. സോ കുറെ ക്വാണ്ടിറ്റീസ് ഇപ്പൊ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ സ്ലാബിന്റെ ക്വാണ്ടിറ്റി കയറ്റി, ക്വാണ്ടിറ്റി കയറി, സ്ട്രക്ചർ ക്വാണ്ടിറ്റി കയറി. ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം കയറിയിട്ടുണ്ട്. പക്ഷെ ഇത് ഫൈനലാണോ? അല്ല. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ റിമൂവ് ചെയ്യാനുണ്ട്, അങ്ങനത്തെ കുറച്ച് കാൽക്കുലേഷൻസ് നടക്കാനുണ്ട്. അതിനെല്ലാം എന്ത് വേണം? നമ്മുടെ CAD യൂട്ടിലിറ്റിയുടെ ക്വാണ്ടിറ്റി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ടൂൾസിനകത്ത് പോയിട്ട് CAD യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്, അതെടുക്കുക. അതിനകത്ത് പോളിലൈൻസ് ആണ് എല്ലാ CAD യൂട്ടിലിറ്റിയും. ഈ പോളിലൈൻസ് അല്ലാണ്ട് നിങ്ങൾക്ക് ലൈനും ആർക്കും ഡയമെൻഷനും ഒക്കെ സ്കാൻ ചെയ്ത് കയറ്റാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെങ്കിലും ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ആവശ്യമുള്ളൂ. പോളിലൈൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു ലെയർ നെയിം എടുക്കാണ്ട് തന്നെ നിങ്ങൾ നേരെ സ്കാൻ പോയി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ CAD യൂട്ടിലിറ്റിയും ഒറ്റയടിക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഫുള്ള് സെലക്ട് ചെയ്യണം, എന്നാലാണ് എല്ലാ ക്വാണ്ടിറ്റിയും കറക്റ്റായിട്ട് കയറാം. അപ്പൊ നമുക്ക് 8-9 എണ്ണം ഉണ്ടെങ്കിലും ഓരോന്ന് പോയി കണ്ടുപിടിച്ച് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്ന് എല്ലാം ഒറ്റയടിക്ക് കയറിക്കോളും. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം ആവശ്യമില്ലാത്ത കുറച്ച് പോളിലൈൻസ് വന്നിട്ടുണ്ട്. ഇത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും യാതൊരു പ്രശ്നവുമില്ല. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിൽട്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് കാൽക്കുലേഷൻ ഒന്നും ഉപയോഗിക്കത്തില്ല. ഈ ഫിൽട്ടർ നെയിംസ് ആന്റിസ്കേറ്റ്, ഡോർ ആൻഡ് വിൻഡോ, ഇതിനകത്ത് ആന്റിസ്കേറ്റും കിച്ചൺ ടാഡോവിനും കറസ്പോണ്ടിങ് ഫിൽട്ടർ നെയിംസ് ഉണ്ട്. അപ്പൊ അത് സോഫ്റ്റ്വെയർ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ എടുക്കും. അതേസമയം ഡോസ്, വിൻഡോസ് അങ്ങനെ ഒരു CAD യൂട്ടിലിറ്റി അല്ല. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യില്ല, അതിന്റെ ക്വാണ്ടിറ്റി ഒന്നിനും എടുക്കത്തില്ല. ഡിലീറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഡിലീറ്റ് ചെയ്താൽ പ്രശ്നമില്ല. ഇത്രയും സേവ് ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഇപ്പൊ ബാക്കി ക്വാണ്ടിറ്റീസും കൂടി കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ ബാക്കി ബാലൻസ് ഉള്ളത് എന്തൊക്കെയാ? ഓക്കെ, സൺഷെയ്ഡിന്റെ ക്വാണ്ടിറ്റീസ് ആണ്. ഞാൻ സൺഷെയ്ഡ് സ്കാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് സൺഷെയ്ഡിന്റെ ക്വാണ്ടിറ്റീസ് എല്ലാം 0 ആയിട്ട് വന്നത്. ബാക്കി എല്ലാത്തിനും ക്വാണ്ടിറ്റീസിന് വാല്യൂ കയറിയിട്ടുണ്ട്. ഓക്കെ, സോ ടോട്ടൽ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് ഏകദേശം ഇപ്പൊ ആ ഒരു ഫ്ലോറിന്റെ കോസ്റ്റ് നമുക്ക് താഴെ കാണാം. ഇതിന്റെ ഒന്ന് ഇത്തിരി ചെറുതാക്കട്ടെ കേട്ടോ. ടോട്ടൽ കോസ്റ്റ് ഓൾമോസ്റ്റ് 13,63,134. അത്രയാണ് ഒരു ഫ്ലോറിന് വന്നേക്കുന്ന കോസ്റ്റ്. ഇത് സിവിൽ സൈഡ് മാത്രമാണ്. പ്ലാസ്റ്ററിങ്, പെയിന്റിങ്, ബ്രിക്ക് വർക്ക്, അതുപോലെ തന്നെ RCC ക്വാണ്ടിറ്റി അത്രയും മാത്രമേ ഉള്ളൂ. ഡോസും വിൻഡോസിന്റെയും ക്വാണ്ടിറ്റി കയറിയിട്ടുണ്ട്. ഇനി ഇതല്ലാതെ ടെക്സ്ചറിങ്, കബോർഡ് വർക്ക്, അങ്ങനത്തെ വർക്കിന്റെ ഒന്നും റേറ്റ് ഇതിൽ ആഡ് ആയിട്ടില്ല. അതും കൂടി വരുമ്പോഴത്തേക്കും റേറ്റ് ഇനിയും ഇൻക്രീസ് ആവും. ഇത് ബേസിക് സിവിൽ ക്വാണ്ടിറ്റീസ് മാത്രമാണ് കണ്ടേ. നിങ്ങൾക്ക് തരുന്ന ടെംപ്ലേറ്റിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ബാക്കി വേരിയിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഷെൽസ്, കബോർഡ്സ്, ഇന്നർ, നമ്മൾ ഇന്റീരിയർ വർക്ക്സ് വരുന്നതൊക്കെ നമ്മളതെല്ലാം അല്ലാണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ റെവിറ്റ് പോലത്തെ ഒരു സോഫ്റ്റ്വെയറിൽ അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കുന്നതായിരിക്കും കൂടുതൽ ആക്യുറേറ്റ്. അല്ലെങ്കിൽ നമുക്ക് റഫ് എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ആ വാല്യൂന്ന് ഒത്തിരി വേരിയേഷൻ വരാറുണ്ട്. ഇനി തിരിച്ച് നമ്മൾ എൻട്രീസിൽ വരുവാണ്. ഇവിടെ നമുക്ക് കാണാം സ്കാൻ കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫുട്ടിംഗ് കാൽക്കുലേറ്റർ ഉണ്ട്, അതുപോലെ സ്റ്റെയർ വോളിയം കാൽക്കുലേറ്റർ ഉണ്ട്. ഈ ഫുട്ടിംഗ് വോളിയം കാൽക്കുലേഷൻ നമുക്ക് ഫൗണ്ടേഷന്റെ പാർട്ടിൽ ചെയ്യാവുന്നതാണ്. അത് ഞാനത് ആ സമയത്ത് പറഞ്ഞുതരാം. സ്റ്റെയർ വോളിയം കാൽക്കുലേഷൻ ഒന്ന് ജസ്റ്റ് പറയാം. സ്റ്റെയർ വോളിയം കാൽക്കുലേഷൻ നമ്മൾ ഒരു കാൽക്കുലേറ്റർ പോലെയാണ്. ഇവിടെ 2 ടൈപ്പ് സ്റ്റെയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം വാല്യൂസ്. ഒന്ന് വെയ്സ് സ്ലാബ് ടൈപ്പും പിന്നെ ഒന്ന് ത്രെഡ് റൈസർ ടൈപ്പും. ഇത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കാണിച്ചു തരാം.
ഇതിനകത്ത് base slab ഓക്കെ. ഇതിന് കണ്ടോ, അതായത് ത്രെഡും റൈസറും കൂടാണ്ട് ഇതിനടിയിൽ ഒരു സ്ലാബ്, ഒരു സ്ലാൻഡ് സ്ലാബ്, ഇൻക്ലൈൻ സ്ലാബ് ഉണ്ടാവും. ഇതാണ് ബേസ് സ്ലാബ് ടൈപ്പ് സ്റ്റെയർ വരുന്നത്. ഇതല്ല ഫോൾഡഡ് സ്റ്റെയർ ആ വരുന്നെങ്കിൽ നമ്മൾ ഇപ്പോ ഇത് ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു ഇതാണ് ഫോൾഡഡ് സ്റ്റെയർ. ഇപ്പോ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു ഡിസൈൻ ആണ് ഫോൾഡഡ് സ്റ്റെയർ കേസ്. അതുപോലെ തന്നെ അല്ലാണ്ട് നമുക്ക് ജസ്റ്റ് പ്രൊജക്ഷൻസ് ആയിട്ട് വരുന്നതൊക്കെ ഉണ്ട്. സോ ഏത് ടൈപ്പ് ആണ് നമുക്ക് സിമിലർ ആയിട്ട് വരുന്നത്? ഇതാണ് കുറച്ച് കറക്റ്റ് ആയിട്ട് പറയാം. ഫോൾഡ് സ്റ്റെയർ എന്ന് പറയുമ്പോൾ ഇതാണ് കറക്റ്റ് വരുന്നത്. ഏകദേശം ഫോൾഡ് സ്റ്റെയറിന് സിമിലർ ആയിട്ടുള്ള ഫാബ്രിക്കേറ്റ് സ്റ്റെയർസ് ഒക്കെ ഇപ്പൊ വരുന്നുണ്ട്. ഈ വുഡിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്വാണ്ടിറ്റി എടുക്കാനാണ്. ഇത് RCC സ്റ്റെയറിന്റെ കേസ് മാത്രമാണ് നമ്മളിവിടെ ക്വാണ്ടിറ്റി എടുക്കുന്നത്. ബാക്കി മെറ്റീരിയൽ മാറുമ്പോഴത്തേക്കും അതിന്റെ അപ്രോച്ച് മാറും. കാൽക്കുലേഷൻ സ്റ്റീൽ ആണെങ്കിൽ നമ്മൾ അതിന്റെ വെയിറ്റ് എടുക്കുന്നത്, വുഡ് ആണെങ്കിൽ നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റ് മെറ്റീരിയൽ വേണം എന്നുള്ളതാണ് എടുക്കുക. അതേസമയം RCC ആണെങ്കിൽ നമുക്ക് വോളിയം ആണ് വേണ്ടത്. ഇത് ഓരോ മാനുഫാക്ചറർ അനുസരിച്ചും അതിന് റേറ്റ് മാറും. ഓക്കെ, ഈ കേസിൽ ഇനി വിട്ട്, സ്റ്റെയറിന്റെ വിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ഡ്രോയിങ്ങിൽ വെച്ച് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, സ്റ്റെയർ കേസിന്റെ വിട്ട് 106. അതായത് ഹാൻഡ് റെയില് അവിടെ തൊട്ട് ഇങ്ങറ്റം വരെ എടുക്കും. ഹാൻഡ് റെയിൽ പിടിപ്പിക്കുന്നത് നമ്മൾ സ്റ്റെപ്പുമ്മേ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതും കൂടി കൂട്ടി എടുക്കാൻ പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റൈസ്. റൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ടോട്ടൽ റൂം ഹൈറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്റ്റെപ്സ്. 20 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ 16.75 ആയിരിക്കും അതിന് റൈസ് വരുന്നത്. 20 സ്റ്റെപ്പ് എങ്ങനെ കൗണ്ട് ചെയ്യാന്നുള്ള ഡൗട്ട് ഉള്ളവർക്ക് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് അസ്യൂം ചെയ്താണ് 20. ഈ ഒരു സ്റ്റെയറിന് എത്ര സ്റ്റെപ്സ് ഉണ്ട് നമുക്കിപ്പോ ചെക്ക് ചെയ്യാം. ഓക്കെ, 19, 20 ഉണ്ട്. ഇവിടെ ഒരു ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് വരച്ചേക്കുന്നത്. സോ 20 സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ. ആ 20 സ്റ്റെപ്പ് വെച്ച് നമുക്ക് 335 എന്ന് പറഞ്ഞ ടോട്ടൽ ഹൈറ്റിൽ 335/20. സോ ഫുള്ള് എല്ലാ ലൈൻസും കൗണ്ട് ചെയ്യണം. എന്നാലാണ് കറക്റ്റ് നിങ്ങൾക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് കിട്ടുക. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടി പറഞ്ഞതാണത്. ഇനി ത്രെഡ്, അത് നമ്മൾ ഈ ഡ്രോയിങ് തന്നെ മെഷർ ചെയ്തെടുക്കുക. ത്രെഡ് 22.86. ഇതെല്ലാം ഫീറ്റിലുള്ള ഡ്രോയിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. നിങ്ങൾക്ക് തന്നേക്കുന്ന ഇമേജസിൽ പലതിലും ഫീറ്റിലാണ് അതിന്റെ ക്വാണ്ടിറ്റി തന്നേക്കുന്നത്. അതെങ്ങനെ വരയ്ക്കണം എന്ന് ഡൗട്ട് ഉള്ളവർക്ക് ഞാനൊരു ടിപ്പ് ഇതിന്റെ ഈ മീറ്റിങ്ങിന് എൻഡിൽ പറഞ്ഞുതരാം. നമ്പർ ഓഫ് സ്റ്റെപ്സ് 20. സ്ലാബിന്റെ ഡെപ്ത് യൂഷ്വലി ബേസ് സ്ലാബിന് ഒരു 150 mm ഒക്കെ കാണാറുണ്ട്. അതിലും കുറവ് ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. ഇത്രയും ഹൈറ്റ് ഉള്ള റൂമും കൂടി ആയതുകൊണ്ട് 120, 150 ഒക്കെ എന്തായാലും വരും. ഇനി വരുന്നത് ഫ്ലോർ ലാൻഡിംഗ് ലെങ്ത്. അതായത് ഇപ്പൊ ഞാൻ സ്റ്റെയർ ഇവിടെ അപ്പ് എന്ന് പറഞ്ഞ ഈ പോയിന്റിൽ കൂടി കയറി ഇതിലെ വന്നിട്ട് ഇവിടെയാണ് ലാൻഡ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ലാൻഡിങ് സ്ലാബും കൂടി ഞാൻ കൺസിഡർ ചെയ്യുന്നതാണ്. ഡിഡക്ഷൻ ടൈമിൽ ഇവിടെ എടുത്തപ്പോൾ ഞാൻ ലാൻഡിങ് സ്ലാബ് സെപ്പറേറ്റ് എടുത്തിട്ടില്ല. ലൈക്ക് സെപ്പറേറ്റ് കൊടുക്കാണ്ട് ഈ സ്ലാബിന്റെ ഒപ്പം തന്നെ ലാൻഡിങ് സ്ലാബിന്റെ ക്വാണ്ടിറ്റിയും കയറ്റിയേക്കുവാണ്. ചില കേസിൽ ഒരു കട്ട് ഔട്ട് പോലെ കാണാം. അപ്പൊ നമുക്ക് ഇവിടെ ഇത് ഇത്രയും കൂടി ഇങ്ങനെ ചാടി കൊടുക്കും. അതായത് ഇത്രയും കൂടി ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുന്ന കേസ് കാണാം. ഇതാണ് ലാൻഡിങ് സ്ലാബ് എന്ന് പറയുന്നത്. അതിന്റെ വിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഇതാണ് വിട്ട് എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ യൂഷ്വലി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഇങ്ങനെയാ. ലാൻഡിങ് സ്ലാബിന് ഒരു സെപ്പറേറ്റ് ക്വാണ്ടിറ്റി എടുക്കാണ്ട് അതിനെ സ്ലാബിന്റെ കൂട്ടത്തിൽ തന്നെ വരയ്ക്കും. എന്നിട്ട് ലാൻഡിങ് സ്ലാബിന്റെ ക്വാണ്ടിറ്റി ഞങ്ങൾ 0 ആക്കി വെക്കും. അപ്പൊ നമുക്ക് ഇവിടെ എസ്റ്റിമാക്സ് 0 എന്ന് ഇടാൻ പറ്റാത്തതുകൊണ്ട് 0.01 അല്ലെങ്കിൽ 0.1 ഇട്ടാലും പ്രശ്നമില്ല. മിഡ് ലാൻഡിങ് ലെങ്ത് എന്ന് പറയുന്നത് ഇതിപ്പോ ഡോഗ് ലെഗ് സ്റ്റെയർ ആണ്. ഈ സ്റ്റെയറിന്റെ ഈ വിട്ടാണ് മിഡ് ലാൻഡിങ് വിട്ട് 106.68. സോ ഇവിടെ 106.68 അത്രയും പോകണമെന്നില്ല. 107 എടുത്താലും കുഴപ്പമില്ലത്. സെയിം തന്നെ 107. നിങ്ങൾ കൊടുക്കുന്ന എൻട്രി ആണ് ഇതിന്റെ അക്യുറസി. സോ നിങ്ങൾക്ക് എന്ത് മാറ്റം വേണമെങ്കിലും ഇതിൽ വരുത്താം. 7.25. ഇത് കണ്ടോ, ഹൈറ്റ് ഓഫ് സ്റ്റെയർ ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ് ആവും. റൈസും നമ്പർ ഓഫ് സ്റ്റെപ്സും വെച്ച് നിങ്ങൾ കൊടുക്കുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ടാണ് അത് കാൽക്കുലേറ്റ് ആയി വരാം. ഇത് ഞാൻ 16.75 ആണ്.
ഓക്കെ, ഇത് കറക്റ്റായി. ഇനി ഇവിടെ വോളിയം കണ്ടോ 0 ആണ്. ഇത് നിങ്ങൾ സേവ് ചെയ്ത വോളിയം 0 ആയിട്ടാ സേവ് ആവുക. അതിന് പകരം കാൽക്കുലേറ്റ് കൊടുക്കണം. ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്ററിന്റെ അകത്ത് ഈക്വൽ ടു കൊടുക്കത്തില്ലേ, അതായത് ഇത് ഫുൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈക്വൽ ടു കൊടുക്കുമ്പോഴാണ് ഫൈനൽ വാല്യൂ കിട്ടുക. സെയിം തന്നെ ഇവിടെ കാൽക്കുലേറ്റ് വോളിയം എന്ന് കൊടുക്കുമ്പോഴാണ് വോളിയം കാണിക്കുക. ഈ വോളിയം ലാണ് കാൽക്കുലേറ്റ് ആയി വരിക. അതിനുശേഷം കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും അത് അല്ല, നമ്മളിപ്പോ സെന്റിമീറ്ററിലെ ഇൻപുട്ട് കൊടുത്തേക്കുന്നത്. സോ സെന്റിമീറ്ററിൽ കാൽക്കുലേറ്റ് ആയി വരും. പിന്നീടാണ് കൺവേർഷൻ അപ്ലൈ ആയിട്ട് മീറ്റേഴ്സിന്റെ ടേംസിൽ, അതായത് m³ കിട്ടുക. സേവ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് കുറച്ച് വേറെ മെത്തേഡ്സ് ഉണ്ട്, പിക് ഫ്രം ഡ്രോയിങ്, ഫ്രം പ്ലെയിൻ സെക്ഷൻസ് ഒക്കെ. ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക എന്ന് ഞാൻ പറയുള്ളൂ. കാര്യം ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന് അതൊന്നും മനസ്സിലാവില്ല. ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതാ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. ഇത് തന്നെ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഡോഗ് ലെഗ് സ്റ്റെയർ തന്നെ അൺഈക്വൽ ആയിട്ട് ലാൻഡിങ് ഫ്ലൈറ്റ്സ് വരുന്ന കേസൊക്കെ നമ്മൾ ഒരു ഇക്വാലന്റ് ഡോഗ് ലെഗ് സ്റ്റെയർ എടുക്കും. ഇനി സർക്കുലർ സ്റ്റെയർസ് ആണെങ്കിൽ ഇക്വാലന്റ് ഡോഗ് ലെഗ് സ്റ്റെയർ എടുത്തിട്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എടുക്കാം. അതിലൊക്കെ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മതി എന്ന് പറയുന്ന കേസസിലാണ് നമ്മൾ അത് എടുക്കുക. ഒരു കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എക്സാക്ട് ക്വാണ്ടിറ്റി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ക്വാണ്ടിറ്റി ഇപ്പോൾ അല്ലാണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. ഇപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു ആവറേജ് അടുത്തുള്ള ഒരു ക്വാണ്ടിറ്റി കിട്ടിയാൽ മതിയെങ്കിൽ അപ്രോക്സിമേറ്റ് അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഡോഗ് ലെഗ് സ്റ്റെയർ വെച്ചിട്ട് അതിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഡോഗ് ലെഗ് അല്ല, ഒരു സിംഗിൾ ഫ്ലൈറ്റ് മാത്രമുള്ളെങ്കിൽ ലാൻഡിങ് വാല്യൂ 0 ഇട്ട് കൊടുത്താൽ മതിയാവും നിങ്ങൾ. ഓക്കെ, വൺസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ അത് കാണിക്കത്തില്ല. അത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഈ കോർണറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ സേവ് ടു എക്സൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അതുവരേക്ക് ചെയ്ത എല്ലാ എൻട്രീസും അതിൽ കാണിക്കും. ഇത് എക്സലിലേക്ക് കൊണ്ടുവരാനാണ്. നിങ്ങൾക്ക് അതേസമയം നിങ്ങൾക്ക് അത് എസ്റ്റിമാക്സ് തന്നെ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ കാഡ് യൂട്ടിലിറ്റി എന്നുള്ള വിൻഡോ ഓപ്പൺ ചെയ്തതുകൊണ്ടോ സ്റ്റെയറിന്റെ ക്വാണ്ടിറ്റി ഇവിടെ കയറും. അതിന് ഫൈനൽ വോളിയം മാത്രമേ കാണിക്കത്തുള്ളൂ. നിങ്ങൾ എന്താ എൻട്രി കൊടുത്തതെന്ന് കാണിക്കത്തില്ല. എൻട്രി കൊടുത്തത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ എക്സ്പോർട്ട് എക്സൽ എന്നുള്ള ഓപ്ഷൻ കാണിച്ചില്ലേ, ഇത് തന്നെ കൊടുക്കണം. ഓക്കെ, സോ ഇന്നത്തെ പോർഷൻ ഇത് വെച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇതുവരേക്കും പഠിച്ചേക്കുന്നത് പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്തു, സ്ലാബ് സ്കാൻ ചെയ്തു, ആർക്ക് സ്കാൻ ചെയ്തു, അത് കഴിഞ്ഞ് സ്ട്രക്ചർ സ്കാനും സ്റ്റെയർ വോളിയം കാൽക്കുലേഷനും കഴിഞ്ഞു. ടൂൾസിൻ്റെ അകത്ത് കാഡ് യൂട്ടിലിറ്റി സ്കാൻ ചെയ്യുന്നതും പഠിച്ചു. ഈ കാഡ് യൂട്ടിലിറ്റിയുടെ അകത്ത് കുറച്ച് വേറെയും ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്, അതും പറഞ്ഞു തരാം കേട്ടോ. നെക്സ്റ്റ് ഡേ നമുക്ക് ഇതിനകത്ത് ഫൂട്ടിങ്, വോളിയം, കാഡ് യൂട്ടിലിറ്റിയുടെ യൂസസ്, അങ്ങനത്തെ കാര്യങ്ങൾ കവർ ചെയ്ത് പോകാം. അതുപോലെ തന്നെ ആർക്ക് സെൻട്രൽ ലൈൻ എന്താണ്, സെൻട്രൽ ലൈൻ കമാൻഡ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് അത് ഡിസ്കസ് ചെയ്യാം നമുക്ക്. അത് കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട്സ് കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അത് നിങ്ങൾ എടുത്തു നോക്കാവുന്നേ ഉള്ളൂ, വെറുതെ എക്സ്പോർട്ട് ചെയ്താൽ മാത്രം മതിയാവും. പലതരത്തിലുള്ള റിപ്പോർട്ട്സ് ഉണ്ട്. നമുക്ക് പല ക്ലയൻസിന് വേണ്ടിയായിട്ട് അല്ലെങ്കിൽ പല റിക്വയർമെന്റ്സിന് വേണ്ടിയുള്ള റിപ്പോർട്ട്സ് ഉണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഇനി ഇത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മാസ്റ്റേഴ്സിൽ റേറ്റ് അനാലിസിസ് സെറ്റ് ചെയ്യുന്നതും അതുപോലെ വർക്ക് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യുന്നതും ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതുമാണ് പഠിക്കുന്നത്. ഇത് ഇത്തിരി ഇൻഡെപ്ത് പോർഷൻ ആയിരിക്കും. അത് നിങ്ങൾക്ക് താല്പര്യം എന്തോരം ഉണ്ടോ അല്ലെങ്കിൽ ഇത്രയും വർക്ക് ഇൻഡെപ്ത് പോയി പഠിക്കണം എന്നുള്ളവർക്ക് അതെല്ലാം അറിഞ്ഞിരിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതല്ല ജസ്റ്റ് ഞാൻ യൂസ് ചെയ്ത് പഠിക്കട്ടെ, അതിന് ശേഷം നോക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ ആ റെക്കോർഡിങ് പിന്നീട് എടുത്ത് നോക്കി പഠിക്കുക. ഓക്കെ, സോ നിങ്ങളുടെ നെക്സ്റ്റ് അസൈൻമെന്റ്, അതായത് ഫസ്റ്റ് അസൈൻമെന്റ് നിങ്ങൾക്ക് VC ലേഔട്ട് പ്രിപ്പറേഷൻ ആയിരുന്നു. സെക്കൻഡ് അസൈൻമെന്റ് നിങ്ങൾക്ക് എസ്റ്റിമാക്സിനുള്ള ഡ്രാഫ്റ്റിംഗ് ആയിരുന്നു. തേർഡ് അസൈൻമെന്റ് ഒരു എസ്റ്റിമേറ്റ് ആണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇമേജ് ഫയലിന്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരിക്കും. എന്തോ ഒന്ന് ടുവേർഡ്സ് എൻഡ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, എന്തായിരുന്നു അത്? എന്തോ ഒരു പോർഷൻ നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞു തരാമെന്ന് വെച്ചിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല. ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ലാസ്റ്റ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ ടോപ്പിക്? ഓക്കെ, അപ്പൊ അങ്ങനെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഓർമ്മ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ റീപ്ലേ നോക്കിയിട്ട് അത് വെച്ച് നിങ്ങൾക്ക് ആ പോർഷൻ പറഞ്ഞു തരാം. ശരി, ഇന്നത്തെ ടോപ്പിക് ഞാൻ ഇത് വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എസ്റ്റിമാക്സ് പഠിപ്പിക്കുന്നതിനൊപ്പം ചെയ്തു പോയാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒരു സാമ്പിൾ ഫയൽ തന്നേക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതിലൊന്ന് വെറുതെ സ്കാൻ ചെയ്ത് പോവുക. കാര്യം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നോക്കാൻ 5 മിനിറ്റ് മതി. ചെയ്ത് നോക്കിയാൽ ഇത് ഓർമ്മയിലിരിക്കും. നിങ്ങൾ തന്നെ നിങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും, ഇപ്പോൾ ചിലപ്പോൾ 6 മാസം കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക്
എളുപ്പം റെക്കഗ്നൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങൾ ഇപ്പോഴും ഒട്ടും പ്രാക്ടീസ് ചെയ്യാണ്ട് ആ ടൈമിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയാൽ ഒട്ടും കംപ്ലീറ്റ് ആവത്തില്ല. നിങ്ങൾ ഫുള്ള് കൺഫ്യൂസ്ഡ് ആയിരിക്കും, ചെയ്യുന്നതിൽ ഫുൾ എറർ ആയിരിക്കും. ഒരു 95% കറക്റ്റ് ആക്കാണ്ട് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ നിങ്ങൾക്ക് കറക്ഷന് വീണ്ടും തരും. കറക്ഷൻസ് എല്ലാം ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് അത് ഫൈനലി ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ഞാൻ ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.